ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണ് എന്ത്, പല നേരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മൊത്തം അവർക്ക് അന്നം കിട്ടുന്ന വഴി കാണിച്ചു കൊടുക്കുന്നത്. ഏതൊരു കാറ്റഗറിയിൽ നിന്ന് വന്നവരായിക്കോട്ടെ, അല്ലെ അവരുടെ ജാതിയോ മതോ അല്ലെങ്കിൽ അവർ മുന്നേ ചെയ്തിരുന്ന ജോലിയോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതൊന്നും ചോദിക്കാതെയാണ് നമ്മൾ മൈലേജ് സെല്ലിലോട്ട് ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടാണ് ജോലിക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നത്. ഒരു ജോലിക്ക് കയറുമ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ മൈലേജ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലെ, നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കണമെന്നുണ്ടോ, നിങ്ങൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവരാണോ, ഈ 3 കാറ്റഗറി നമുക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് മൈലേജ് സെല്ലുള്ളത്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനും പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം എന്റെ മാനേജർക്ക് അവിടെ കിട്ടിയിരുന്ന ശമ്പളം 88,000 രൂപയും അലവൻസും ആണ്. 88,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നതിന്റെ മാനേജർ ഏകദേശം 12 വർഷത്തോളമായി അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഒരു കാറ്റഗറിയിലോട്ട് എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഞാൻ അന്ന് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഏകദേശം 10 വർഷത്തോളം ഇനി ഞാൻ എന്ത് ചെയ്യണം? ബാങ്കിൽ തന്നെ തുടർച്ചയായി പെർഫോം ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? എനിക്ക് മാനേജർ പോസ്റ്റിന് സാധ്യത ഉള്ളൂ. സാധ്യത മാത്രമാണ്. കാരണം സീനിയേഴ്സ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. സീനിയോറിറ്റി ബേസ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കത് കിട്ടുമെന്നുള്ള ഉറപ്പില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസരം കിട്ടാതിരിക്കാനും ശ്രമിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. ഊഹിക്കാലോ, സീനിയോറിറ്റി ബേസിൽ ഇരിക്കുമ്പോൾ എനിക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് അത് കിട്ടാതിരിക്കാനുള്ള പണി നമ്മൾ എടുക്കും. ഇങ്ങനെയുള്ളവിടെ മൈലേജ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ കേറിപ്പോവാണെങ്കിൽ കേറിപ്പൊക്കോ മക്കളെ എന്ന് പറയുന്നവരാണ് നമ്മുടെ ലീഡേഴ്സ് അല്ലെ. ഏകദേശം ഒരു 2ഓളം ഫോറിൻ ട്രിപ്പ് അച്ചീവർ ആണ് മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തില് പോവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തായ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തും പോവാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. ഞാനൊക്കെ ഫോറിൻ ട്രിപ്പ് പ്രതീക്ഷിച്ചത് ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിന്റെ കൂടെ ഹണിമൂണൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ പോകാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് പുറത്തൊരു സ്ഥലം കാണാൻ പറ്റുന്നു, കേരളത്തിന് പുറത്ത് തന്നെ പോകാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് പുറത്തു പോവാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. മൈലേജ് സെല്ല് നിങ്ങളുടെ ആവേശോ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളുടെ ഊർജോ അല്ലെങ്കിൽ ആവശ്യക്കാർ ഇത് ഏറ്റെടുക്കുന്നതോ ആണ് മൈലേജ് സെല്ല് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഇന്ന് വന്ന ആൾക്കും ITC ആവാം, എന്നോ വന്ന ആൾക്കും ITC ആവാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഇത്ര വർഷം കൊണ്ടേ ITC ആവൂ എന്നുള്ള നിബന്ധന ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര സമയം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള വല്ല പ്രശ്നമുണ്ടോ? ഒരു കാര്യമില്ല. 2 വർഷം കൊണ്ട് ITC ആയവരുണ്ട്, 10 വർഷം കൊണ്ട് ITC ആയവരുണ്ട്. അവർ ഏറ്റെടുക്കുന്ന അവരുടെ ആവേശത്തിനനുസരിച്ചായിരിക്കും. പേര് ഐശ്വര്യ എന്നാണ്. സ്വദേശം പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്തിനടുത്ത് വലമ്പിലിമംഗലമാണ്. അമ്മാവനൊരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ബിസിനസ്സിലോട്ട് കടന്നതാണ്. ബിസിനസ്സിലോട്ട് വരുന്നതിന് മുന്നേ HDFC ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എതിർപ്പോടു കൂടി തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിനെ കണ്ടിരുന്നത്. റീസൺ വേറൊന്നുമല്ല, തെറ്റായ രീതിയിൽ പല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും പിന്നീട് നമുക്ക് ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗുണമൊന്നും ഉണ്ടാവില്ലെന്നും എനിക്ക് കിട്ടുന്ന വരുമാനം തന്നെ ഏറ്റവും വലുതാണെന്നും ഞാൻ ചിന്തിച്ചിരുന്നു. എന്റെ പ്രായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാങ്ങിക്കുന്ന വരുമാനം എനിക്ക് ധാരാളമായിരുന്നു. എന്റെ എല്ലാ ചെലവുകളും കഴിഞ്ഞും എന്റെ കാര്യങ്ങൾ നടക്കാനുള്ള വരുമാനം അതിനകത്ത് നിന്ന് കിട്ടിയിരുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ബിസിനസ് ഏറ്റെടുക്കാതിരുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട്. ഓരോ പ്രൊഡക്റ്റും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട പ്രൊഡക്റ്റുകളാണ്. കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനും നമുക്ക് ആവശ്യമുള്ളതൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്നുള്ള ബേസിൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു തുടങ്ങി. എന്റെ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ടാണ് എന്നെ ഈ ബിസിനസ്സിൽ സീരിയസ് ആക്കിയത്. അമ്മയ്ക്ക് എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നട്ടെല്ലിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് ഇതിലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് റിക്കവർ ആവും. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വലിയ രീതിയിലോട്ട് ചേഞ്ചസ് വരും. അതുപോലെ സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഭാരമുള്ളത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ റിക്കവർ കിട്ടിയത് കൊണ്ടാണ് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം. മെയിനായിട്ട് ഏറ്റെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും, ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ലീഡേഴ്സ് പറഞ്ഞു തരാറുണ്ട്.
ഏത് കാറ്റഗറി എന്ന് വെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഒരു പെന്ന് പോലും വിൽക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള ഒരു ബേസിലാണ് മെയിനായിട്ട് ഏറ്റെടുക്കാതിരുന്നത്. പക്ഷെ ഈ അവസരം വലുതാണെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ഇതിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഏറ്റെടുത്തത്. അത് ഏറ്റെടുക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ബാങ്കിലെ വർക്ക് തന്നെയാണ് ഏറ്റവും വലുതെന്നുള്ളതും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അപ്പുറത്തേക്കൊന്നും എന്നുള്ളതും ഞാനിരിക്കുന്ന ജോലി വലിയൊരു സംഭവമാണെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ നിങ്ങളുടെ ചെയ്യുന്ന ജോലി നല്ലതാണെന്ന് വിചാരിക്കുന്ന അതേ കാറ്റഗറി തന്നെയായിരുന്നു ഞാൻ ഇതിന് കണ്ടിരുന്നത്. പിന്നീട് ഇതിൽ നിന്ന് ഇപ്പോ ഈ പറഞ്ഞ പോലെ 450 രൂപ മുതൽ 2,10,000 വരെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇതില് 450 രൂപ ആദ്യം കിട്ടട്ടെ, അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി നിൽക്കുന്നുള്ള വാക്ക് കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. അതൊരു തെറ്റായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു, അയ്യോ വേണ്ടായിരുന്നു എന്നുള്ളത്. കാരണം 450 രൂപ മാത്രമല്ല 2,10,000 കിട്ടുന്നുള്ളത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ വലിയ പ്രയോറിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ആദ്യമായി ഇതിന്ന് കിട്ടിയ 450 രൂപയാണ് എന്നെ ഈ ബിസിനസ്സിലോട്ട് ഇറക്കിയത്. പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ജോലി പാർട്ട് ടൈം ആയിട്ട് മാറ്റി ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങി നിന്നു. അങ്ങനെ 450 രൂപയ്ക്ക് ഇറങ്ങി നിന്ന ഞാൻ ഈ ബിസിനസ്സിനെ വിശ്വസിച്ചും അതേപോലെ എന്നെ ഇത് പരിചയപ്പെടുത്തിയ വ്യക്തിയെ വിശ്വാസമുള്ളത് കൊണ്ടും ജോലി റിസൈൻ ചെയ്തു. 450 രൂപയ്ക്ക് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഏകദേശം 45,000 രൂപ ശമ്പളവും ഇൻസെന്റീവും അലവൻസും ഉള്ള ഒരു വ്യക്തി വെറും 450 രൂപ ആഴ്ചയിൽ കിട്ടുമ്പോൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എന്തിന്റെ പുറത്താണ് ഇറങ്ങി നിൽക്കുന്നത്? ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ എതിർക്കുക നൈബേഴ്സും അയൽവാസികളും, ഇനി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും അന്ന് നമ്മളെ പരിചയമുള്ളവരെ പോലെ ആയിരിക്കും. നമ്മുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ ഒരു ബന്ധമില്ലാത്തവരൊക്കെ പരിചയക്കാരായിട്ട് മാറാം. അതേപോലെ തന്നെ എനിക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരുമ്പോഴേക്ക് നാട്ടുകാർ അതിൽ എതിർക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ പറഞ്ഞ 450 ഒരു വരുമാനമായി ഏറ്റെടുത്ത് ഇറങ്ങി നിന്ന സമയത്ത് ഏകദേശം 45,000 450 ഇറങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 2 വെട്ടിക്കളയണം അല്ലെ. അങ്ങനെ ഇറങ്ങി നിന്ന് ആവേശത്തോടുകൂടി പ്രവർത്തിച്ചു. കാരണം ഇവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചേ പറ്റുള്ളൂ, ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി നിന്നതാണ്. അങ്ങനെ ആവേശത്തോടുകൂടി പ്രവർത്തിച്ചു. ഇപ്പോ അവിടെ 45,000 മാസത്തിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലവൻസും കാര്യങ്ങളും അത് കൂട്ടാതെ ഒരു 45,000 രൂപ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് മാത്രം, അതും എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തിയെ വിശ്വസിച്ച് വന്നതുകൊണ്ട് മാത്രം ഏകദേശം 45,000 രൂപ വരെ, 45,000 മുകളിൽ വാങ്ങിച്ചിട്ടുണ്ട്, എന്നാൽ പോലും 45,000 രൂപ എനിക്ക് ഇവിടെ ആഴ്ചയിൽ വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ബിസിനസ്സിനും കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോ അന്ന് അത് ഇറങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് 45,000 വരെ ആഴ്ചയിൽ വാങ്ങിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുന്നവൻ വിജയിക്കും, കണ്ടുകൊണ്ടിരിക്കുന്നവരും എന്നും കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഉപയോഗിക്കുന്നത് ആരാണോ അവർക്കേ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ് ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഇതെന്നല്ല, ജോലിയിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ജോലി നല്ല പെർഫോമർ ആകുമ്പോൾ നമ്മുടെ വരുമാനത്തിന് വ്യത്യാസം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പെർഫോമർ ആയാലും നമുക്ക് കിട്ടുന്ന കൃത്യമായ വരുമാനം തന്നെയാണ് ഏത് ജോലിയിലും കിട്ടുള്ളൂ. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർഫോമർ ആവും തോറും നമ്മുടെ വരുമാനത്തിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ വരുമാനം എന്ത് വേണമെന്ന്. മറ്റുള്ളവരുടെ ജോലികളിലൊക്കെ എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മളാണോ തീരുമാനിക്കുന്നത്? ആരാണോ നമുക്ക് ആ ജോലി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ ആരാണോ അവരാണ് നമ്മുടെ വരുമാനം നിശ്ചയിക്കുന്നത്. നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? അവരാണ്. എന്നാൽ മൈലേജ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും വരുമാനം എത്ര വാങ്ങിക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും, ലേഡീസ് ആയിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഒരു ലേഡി ആയിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ എതിർപ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പല ടൈമുകളിൽ ഇപ്പോ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമിംഗ് പറയാൻ പറ്റില്ല. ആളുകൾ വീട്ടിലുള്ള സമയത്താണ് നമ്മൾ എന്ത് പോയി പറയുന്നത്, ബിസിനസ് പോയി പറയുന്നത്. അപ്പൊ അങ്ങനെ പോയി പറയണ സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ചിലപ്പോ നൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വരേണ്ടി വരും. അപ്പൊ വീട്ടുകാരിൽ നിന്ന്
പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നാട്ടുകാർ പലതും പറയും. ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും നേരിടുന്നവരാണ് എന്നെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും. അതിനി ലേഡീസ് ആണെന്നുണ്ടെങ്കിലും ജെന്റ്സ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ജോലി വിട്ടിറങ്ങി വേറൊരു മേഖല ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടും ഇല്ലേ എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ. കാരണം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തതും കേട്ടതും ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് കേൾക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെന്ത് പറഞ്ഞാലും ഇതിൽ വിജയിച്ച് ഇതിൽ വരുമാനം വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനം ആരെടുക്കണം? നമ്മൾ ഓരോരുത്തരും എടുക്കണം. കാരണം ഇതിന്റെ സാധ്യതയും കാര്യങ്ങളും മനസ്സിലാക്കി വന്നത് നമ്മളാണ്. ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വന്നവരും ആയിക്കോട്ടെ, അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തതും എല്ലാവരും മനസ്സിലാക്കി ഏറ്റെടുത്തവരായിരിക്കില്ല. മിക്കവാറും ഒരു 90% ആളുകളും ആരുടെയെങ്കിലും നിർബന്ധപ്രകാരോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ അത് അങ്ങനെ അങ്ങ് പോവട്ടെ എന്നുള്ള ഒരു ഒഴിവാക്കലിന്റെ ബേസിലൊക്കെ വന്നവരായിരിക്കാം. ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാത്തതിന്റെ പേരിൽ ഇനി ഇവരിങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ച് കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത ആളാ. അങ്ങനെ എടുത്ത് ഇറങ്ങി നിൽക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് ബിസിനസ്സിൽ നിൽക്കുന്നതും ഈ റാങ്കിൽ നിൽക്കുന്നതും. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ എന്തായാലും വന്നു. നമ്മൾ ഇതിൽ പല പെടലാണ് അല്ലെ. ആദ്യം നമ്മൾ പെട്ടു, പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടു. കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് കുറച്ച് വരുമാനങ്ങളൊക്കെ വരും. വരുമാനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷമാവും. സന്തോഷമാവുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. ഇഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാവുന്നത്. ഒരു തീരുമാനം എടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാവുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ച വേണ്ടെന്ന് തന്നെ, വേണമെന്ന് തീരുമാനിച്ച വേണം തന്നെ. ഇന്നിപ്പോ നമ്മൾ ഓരോരുത്തരും ഓരോ വിദ്യാഭ്യാസ രംഗത്തുനിന്ന് വന്നവരാണ്. അത് പല രീതിയിലായിക്കോട്ടെ. ചിലവര് വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ടാവാം, ചിലർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവാം. പല രീതിയിൽ വന്നവരാണ് ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയാണോ നിങ്ങൾ മുന്നേ ചെയ്തിരുന്നത്? മൈലേജ് വരുന്നതിന് മുന്നേ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശമ്പളത്തോടു കൂടിയിട്ടുള്ള ജോലിയാണോ നിങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളത്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാ? നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കാനും അല്ലെ, നമ്മുടെ ഫാമിലിനെ സേഫ് ആക്കാനൊക്കെയാണ് നമ്മൾ മൈലേജ് സ്റ്റൈൽ എന്നല്ല ഏത് ജോലിയാണെങ്കിലും ഏറ്റെടുക്കുന്നത്. ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ശക്തമായി വിജയിക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺസ് വരുന്നത് കൊണ്ടാണ് അല്ലെ, വരുമാനം വരുന്നത് കൊണ്ടാണ്. ഈ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് മുന്നേ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2,10,000 പോയിട്ട് ഒരു 1,00,000 രൂപ ഒരു മാസത്തിൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു അവസരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മൈലേജ് സ്റ്റൈൽ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്ത ജോലിയിൽ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മൈലേജ് സ്റ്റൈൽ ആവേശത്തോടു കൂടി ഒന്ന് ഏറ്റെടുക്കുക. അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 4 വർഷമല്ലേ പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുക നമ്മൾ അല്ലെ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞവരെ ഇതുവരെ നിങ്ങൾ എന്തോ ചെയ്തോട്ടെ, ഈ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഇലക്ഷൻ വരുന്നവരെ ഉള്ള ആ ഒരു കാലയളവ് നിങ്ങൾ മൈലേജ് സ്റ്റൈലിനെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് നോക്കൂ. നമുക്ക് സമൂഹത്തിൽ ചേഞ്ചസ് വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ലൈഫിലും ചേഞ്ചസ് വരുന്നുള്ളത് 100% ഉറപ്പാണ് അല്ലെ. എപ്പോഴും ശരിയായിക്കോണം എന്നില്ല, പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും ശരിയാവുന്ന ഒരു അവസരമാണ് എന്ത്? മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന്ന് ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വാങ്ങിച്ചത് 450 രൂപ വരുമാനമാണ്. 450, നമുക്ക് 45,000 2,10,000 കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ച് കിട്ടുന്ന ആദ്യ വരുമാനം അല്ലേ. എനിക്ക് ആ 450 എന്ന് പറയുന്നത് 4,00,000 തുല്യമായിരുന്നു, അല്ലെങ്കിൽ 4,50,000 തുല്യമായിരുന്നു, അല്ലെങ്കിൽ അതിലപ്പുറമായിരുന്നു. കാരണം ഞാൻ ആദ്യമായി ഒരു മേഖലയിൽ, ഒരു പരിചയമില്ലാത്ത മേഖലയിൽ വന്ന് എനിക്ക് ഒരു കാര്യവും ചെയ്യാണ്ട് കിട്ടിയ വരുമാനമായിരുന്നു അത്. അത് നമ്മളല്ല ഇത് ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്നത്. ഈ ബിസിനസ് അവസരം നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ നമ്മൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. നമ്മൾ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ കാര്യം ആലോചിച്ച് നോക്കും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഉപകാരത്തിലാവും. നമ്മുടെ കഴിവല്ല, എല്ലാവരും കഴിവ്. നമ്മളൊരു ടീം എഫേർട്ടായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ടീം എഫേർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കഴിവാണ് നമുക്ക് ഗുണം കിട്ടുന്നത്.
അത് നമ്മൾ ഏറ്റെടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാലേ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങളിൽ ആദ്യത്തേത് നമ്മുടെ 450 രൂപ വരുമാനം തന്നെയാണ്. അത് കഴിഞ്ഞ് ഇതിലെ വരുമാനങ്ങൾ കൂടിക്കൂടി വരുന്നതിന്റെ കൂടെ എനിക്ക് ഒരു 1,50,000 രൂപ വില വരുന്ന ഒരു സ്കൂട്ടർ സ്വന്തമാക്കാൻ സാധിച്ചു. ആ ഒരു സ്കൂട്ടറിലൂടെ ഓടിയാണ് ഈ ബിസിനസ് വളരെ ആവേശത്തോടു കൂടി ചെയ്തത്. ഇത് നമുക്ക് നിങ്ങളെല്ലാവരും ഊഹിക്കുന്ന കാര്യമായിരിക്കും. എങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് ഇത് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെ എത്തിയവരാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യം, ഈ പ്രൊഡക്റ്റ് ഒക്കെ പുറത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ, മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ ഒക്കെ പ്രശ്നം ഉണ്ടാവോ, ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എങ്ങനെ കൊടുക്കും, ഇങ്ങനെ പല ആശങ്കകളും നമ്മുടെ ഉള്ളിൽ ഓടി വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഞാൻ ചെയ്തത് അങ്ങനെയാണ്, ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി എന്നുള്ളതാണ് ചെയ്തത്. എന്റെ വീട്ടിൽ ഇന്ന് ഉപയോഗിക്കുന്ന മൈലേജ് സ്റ്റൈലിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ, അത് ന്യൂ സ്റ്റാർ കാറ്റഗറി ആയിക്കോട്ടെ, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, എല്ലാ കാറ്റഗറി പ്രൊഡക്റ്റുകളും ഇതിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണമായത് ഈ പറഞ്ഞ പോലെ എന്റെ അമ്മയുടെ റിസൾട്ട് തന്നെയാണ്. അമ്മയുടെ റിസൾട്ട് മറ്റൊന്നുമല്ല, നമ്മള് എല്ല് തേയ്മാനവും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അത് ജോയിന്റ് പെയിൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തില് അമ്മ ഒന്ന് കിണറിൽ വീണതാണ്. അതിന്റെ പ്രശ്നം കാരണം തന്നെ നട്ടെല്ലിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, അതുപോലെ ഭാരമുള്ളത് എടുക്കാൻ പറ്റില്ല. പിന്നെ അവനവന്റെ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇതിലെ നോവേദന ക്യാപ്സ്യൂളും നാച്യം എന്ന് പറയുന്ന പ്രൊഡക്റ്റും അതുപോലെ ചാമ്പി തൈലവും 95 ഒക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഇപ്പോ സ്റ്റെപ്പ് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെയൊക്കെ പ്രോഗ്രാമുകൾ വരുമ്പോൾ എത്ര നിലയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി പോകാൻ ഒരു പ്രശ്നവുമില്ല. അതുപോലെ ഭാരമുള്ളത് എടുക്കാനാണെന്നുണ്ടെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇതിലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് സാധിച്ചത്. ഓരോ പ്രൊഡക്റ്റുകളും നല്ല അടിപൊളി റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിലെ പല പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ പല്ലുപുളിപ്പ്, മോണവീക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് നേരിട്ടിരുന്നു. സെൻസുഡൻ എന്ന് പറഞ്ഞ പേസ്റ്റ് ആയിരുന്നു, അമ്മ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പേസ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ മാറുന്നുണ്ടെങ്കിൽ പോലും പല്ലിന്റെ തേയ്മാന പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് വരാൻ തുടങ്ങിയത്. അങ്ങനെ വരാൻ തുടങ്ങി ഈ പ്രശ്നങ്ങൾ മാറുന്നത് റിസൾട്ട് നമ്മുടെ ഹെർബൽ പേസ്റ്റ് കൊണ്ടാണ് ഉണ്ടായത്. ഇങ്ങനെ അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും കിട്ടിയ റിസൾട്ടാണ് എന്നെ ഇതിൽ അത്ഭുതപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ സീരിയസ് ആയത്. എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് കിട്ടാത്ത ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതിന് അത്ര അങ്ങോട്ട് ആവേശം ഉണ്ടായിരിക്കില്ല, അത് അവർ മനസ്സിലാക്കുന്ന രീതിയിലാവില്ല. പക്ഷെ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരത് ഏറ്റെടുക്കാനും തയ്യാറാവും. ഇതിലെ പ്രൊഡക്റ്റ് റിസൾട്ട് ആണ് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് എന്റെ കൊണ്ടുപോയത്. അങ്ങനെ വരുമാനങ്ങൾ കൂടിക്കൂടി വന്നു. കൂടി വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സ്കൂട്ടറിൽ നിന്ന് ഇന്നിപ്പോ ഏകദേശം 11,500,000 രൂപ വില വരുന്ന ടാറ്റയുടെ ടിയാഗോ ഇലക്ട്രിക്കൽ വാഹനത്തിലോട്ട് മാറാനൊക്കെ എനിക്ക് സാധിച്ചു. അത് ഈ ഒരു അവസരം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. അതേപോലെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഫോറിൻ ട്രിപ്പ് അല്ലെ. ഇതിൽ പല ഫെസിലിറ്റീസും കമ്പനി തരാന്ന് പറയുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് വിജയിക്കുക. ഞാന് ഇതിൽ വന്നതിന് ശേഷം ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം 6 മാസത്തോളം പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. അതിനുശേഷമാണ് ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തത്. അങ്ങനെ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും വില വരുന്ന ഒരു വാഹനത്തിലോട്ടൊക്കെ മാറാൻ സാധിച്ചത്. അങ്ങനെ മാറിയത് മാത്രമല്ല, ഏകദേശം ഒരു 2ഓളം ഫോറിൻ ട്രിപ്പ് അച്ചീവർ ആണ്. മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തില് പോവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തായ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തും പോവാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. ഞാനൊക്കെ ഫോറിൻ ട്രിപ്പ് പ്രതീക്ഷിച്ചത് ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിന്റെ കൂടെ ഹണിമൂണൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ പോകാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് പുറത്തൊരു സ്ഥലം കാണാൻ പറ്റുന്നു, കേരളത്തിന് പുറത്ത് തന്നെ പോകാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് പുറത്തു പോവാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതും സാധാരണഗതിയിൽ നമ്മൾ പുറത്ത് ഫോറിനിലൊക്കെ പോകുന്നത് എന്തിനാ, ഒന്നുമില്ലെങ്കിൽ ജോലിക്കായിരിക്കാം. ഇപ്പൊ വിസിറ്റിംഗ് വിസയിൽ പോണവരുണ്ടാവാം, അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമൊക്കെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരെയൊക്കെ വിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നവരാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യാനാണ് ഞാൻ ഈ ബിസിനസ്സിലൂടെ ഫോറിൻ ട്രിപ്പ് പോയത്.
അതും ഒരു രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് ചെലവഴിക്കാതെ കമ്പനിയുടെ ചെലവിലാണ് എനിക്ക് പോകാൻ സാധിച്ചത്. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. അത് ഏത് പ്രായത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിവുള്ളവൻ ഉപയോഗിക്കും. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തതും അങ്ങനെയാണ്. കഴിവുള്ളവൻ ഉപയോഗിച്ചപ്പോ എന്റെ അക്കൗണ്ടിൽ വന്ന വരുമാനങ്ങളാണ് എന്നെ ഈ ബിസിനസ്സിൽ സീരിയസ് ആക്കിയത്. നിങ്ങളും ഇത്ര ചിന്തിക്കതുണ്ടുള്ളൂ. നിങ്ങൾ ഈ ബിസിനസ്സിൽ സീരിയസ് ആവും. നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ആവശ്യക്കാരനായിരിക്കില്ല, വരുമാനം വേണമെന്നുണ്ടായിരിക്കില്ല, ഫോറിൻ ട്രിപ്പ് വേണമെന്നുണ്ടായി, നിങ്ങൾ ഇതിൽ എന്താണോ ആകർഷിച്ചത് അതിനു വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരമായി മാറും. ഈ ബിസിനസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് നമ്മുടെ വരുമാനത്തിന് വേണ്ടി വേറൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ജോലി നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ അവരെ വരുമാനമാക്കി മാറ്റാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ പല ആളുകൾക്കും ജോലി കൊടുക്കാനും അല്ലെങ്കിൽ അവർക്കൊരു വരുമാന മാർഗമാക്കി അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന അവസരം എവിടെയുണ്ട്? മൈ ലൈഫ് സ്റ്റൈലുണ്ട്. ഏതൊരു കാറ്റഗറിയിൽ നിന്ന് വന്നവരായിക്കോട്ടെ, അല്ലെ അവരുടെ ജാതിയോ മതോ അല്ലെങ്കിൽ അവർ മുന്നേ ചെയ്തിരുന്ന ജോലിയോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതൊന്നും ചോദിക്കാതെയാണ് നമ്മൾ മൈ ലൈഫ് സ്റ്റൈലിലോട്ട് ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടാണ് ജോലിക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അതിന് ആസ്പദമായി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം, പഠിച്ചിറങ്ങിയ സമയത്ത് അവർ ജോലിക്ക് പോകുമ്പോൾ അവരോട് ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്, അല്ലെ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ? ഒരു ജോലി കിട്ടിയാലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്ക് കയറുമ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കണമെന്നുണ്ടോ, നിങ്ങൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവരാണോ? ഈ 3 കാറ്റഗറി നമുക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് മൈ ലൈഫ് സ്റ്റൈലിലുള്ളത്. മറ്റുള്ളതില് കമ്പനിക്ക് നമ്മളെ കൊണ്ട് ഗുണം കിട്ടുന്ന ചോദ്യങ്ങളാണുള്ളത്. നമ്മളോട് ചോദിക്കുന്നത് എന്താ? മൈ ലൈഫ് സ്റ്റൈലിൽ ചോദിക്കുന്നത് എന്താ? നമുക്ക് ഗുണം കിട്ടുന്ന ചോദ്യങ്ങളാ, അല്ലെ? നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് വിജയിക്കണോ, എന്നാ ഞങ്ങൾ കൂടെ നിൽക്കാം, അല്ലെ? വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഏത് ജോലിയിൽ നമ്മൾ പോയാലും ആ ജോലിയിലൊക്കെ നമ്മളോട് പറയുന്ന കാര്യം നമ്മളെ അടിച്ചമർത്താനുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെ? ഇപ്പൊ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെക്കാൾ മുന്നിൽ പെർഫോം ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സാലറി കൂടുവോ, അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൂടുവോ, ഇങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിലാന്ന് പറഞ്ഞു, ഒരു അസിസ്റ്റന്റ് മാനേജർക്ക് മാനേജർ പോസ്റ്റിലോട്ട് പോകാൻ ഒരൊറ്റ കടമ്പ കടന്നാൽ മതി. പക്ഷെ ഈ കടമ്പ കടക്കാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. റീസൺ ഇത്രേ ഉള്ളൂ, നമ്മൾ എത്ര പെർഫോമർ ആണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസിലുള്ള ആളുകൾക്കാണ് അവിടെ പ്രയോറിറ്റി കൂടുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൂടി അവരുടെ സീനിയോറിറ്റി കഴിഞ്ഞിട്ട് ആർക്ക് കിട്ടുള്ളൂ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തവർക്ക് കിട്ടുള്ളൂ. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനും പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം എന്റെ മാനേജർക്ക് അവിടെ കിട്ടിയിരുന്ന ശമ്പളം 88,000 രൂപയും അലവൻസും ആണ്. 88,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന എന്റെ മാനേജർ ഏകദേശം 12 വർഷത്തോളമായി അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഒരു കാറ്റഗറിയിലോട്ട് എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഞാൻ അന്ന് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഏകദേശം 10 വർഷത്തോളം ഇനി ഞാൻ എന്ത് ചെയ്യണം? ബാങ്കിൽ തന്നെ തുടർച്ചയായി പെർഫോം ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? എനിക്ക് മാനേജർ പോസ്റ്റിന് സാധ്യത ഉള്ളൂ. സാധ്യത മാത്രമാണ്. കാരണം സീനിയേഴ്സ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. സീനിയോറിറ്റി ബേസ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കത് കിട്ടുമെന്നുള്ള ഉറപ്പില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസരം കിട്ടാതിരിക്കാനും ശ്രമിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. ഊഹിക്കാലോ, സീനിയോറിറ്റി ബേസിൽ ഇരിക്കുമ്പോൾ എനിക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് അത് കിട്ടാതിരിക്കാനുള്ള പണി നമ്മൾ എടുക്കും. ഇങ്ങനെയുള്ളവിടെ മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ കേറിപ്പോവാണെങ്കിൽ കേറിപ്പൊക്കോ മക്കളെ എന്ന് പറയുന്നവരാണ് നമ്മുടെ ലീഡേഴ്സ്, അല്ലെ? ലീഡേഴ്സിന്റെ വന്ന സമയവും അല്ലെങ്കിൽ എക്സ്പീരിയൻസും അല്ല മൈ ലൈഫ് സ്റ്റൈൽ വിജയിപ്പിക്കുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ആവേശമോ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളുടെ ഊർജോ അല്ലെങ്കിൽ ആവശ്യക്കാർ ഇത് ഏറ്റെടുക്കുന്നതോ ആണ് മൈ ലൈഫ് സ്റ്റൈലിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഇന്ന് വന്ന ആൾക്കും ITC ആവാം, എന്നോ വന്ന ആൾക്കും ITC ആവാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇത്ര വർഷം കൊണ്ടേ ITC ആവൂ എന്നുള്ള നിബന്ധന ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര സമയം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള വല്ല പ്രശ്നമുണ്ടോ? ഒരു കാര്യമില്ല. 2 വർഷം കൊണ്ട് ITC ആയവരുണ്ട്, 10 വർഷം കൊണ്ട് ITC ആയവരുണ്ട്. അവർ ഏറ്റെടുക്കുന്ന അവരുടെ ആവേശത്തിനനുസരിച്ചായിരിക്കും. പക്ഷെ ഇവിടെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവൂ എന്നുള്ള കാര്യങ്ങളില്ല.
പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ റാങ്കുകളാണ് അല്ലെ. നമ്മുടെ റാങ്കുകൾ നമുക്കിപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോ കോഴിക്കോടുള്ളവരാണെങ്കിൽ കോഴിക്കോട് നിന്ന് പാലക്കാട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ ഓരോ ട്രാഫിക്കും കടന്ന് നമ്മൾ വന്നുകൊണ്ടിരിക്കണേ. ആ ഓരോ ട്രാഫിക് കടക്കുമ്പോൾ നമ്മൾ അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അവിടെ പോസ്റ്റ് ആവും. ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഓരോ റാങ്കുകളും. ഓരോ പോസ്റ്റ് കടന്ന് നമ്മൾ വരുന്തോറും നമ്മൾ ഇപ്പൊ കോഴിക്കോട് നിന്ന് പാലക്കാടാ വരുന്നെങ്കിൽ പാലക്കാട് എത്താനുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ വിജയത്തിലോട്ടുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ട്രാക്ക് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ പോസ്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ TC എന്ന കടമ്പ കഴിയും, കമ്പനിയിലോട്ട് കയറി വരും. അടുത്ത സെക്ഷൻ കഴിയുന്തോറും ATC ആവും, DTC ആവും. ഇങ്ങനെ ഓരോ സ്റ്റേജുകൾ നമ്മൾ കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് വിജയത്തിലോട്ടുള്ള ആ ദൂരം കുറഞ്ഞു വരുവാണ്. കോഴിക്കോട് നിന്ന് പാലക്കാട് വരുമ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ഓരോ സ്ഥലം കഴിയുന്തോറും നമുക്ക് പാലക്കാടിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറയുകയാണ്, നമ്മൾ അവിടെ എത്താനുള്ള സാധ്യത കൂടുകയാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ റാങ്കുകളെ കാണാൻ പാടുള്ളൂ. നമുക്ക് വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ക്രൗൺ ഡയമണ്ട് ആണെങ്കിൽ ആ ക്രൗൺ ഡയമണ്ട് എത്താൻ പറ്റുന്ന ഓരോ കടമ്പകൾ മാത്രമാണ് എന്തുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഓരോ റാങ്കുകളുള്ളത്. റാങ്കുകളെ ബേസ് ചെയ്ത് ഒരിക്കലും വർക്ക് ചെയ്യരുത്. നമ്മുടെ ആഴ്ച വരുമാനത്തിനും നമ്മളെ വിശ്വസിച്ച് വന്നവരുടെ ആഴ്ച വരുമാനത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് മൈലേജ് സ്റ്റൈലിൽ വിജയിക്കാൻ പറ്റുന്നുള്ളത് ഓരോ ലീഡേഴ്സും നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നാം ഓരോ ലീഡേഴ്സും വന്ന് പറയുന്ന അത് അങ്ങനെ ആയിരുന്നു, ഞങ്ങൾ അവിടുന്ന് വന്ന് ഇങ്ങനെ ആയി എന്നാണല്ലോ, അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് വിജയിച്ചു എന്നാണല്ലോ, ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇന്ന് രക്ഷപ്പെട്ട എല്ലാവരും പല കഷ്ടപ്പാടുകളും നേരിട്ടത് കൊണ്ടാണ് ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് നേരിടുന്ന കഷ്ടപ്പാടിലൂടെ കടന്നു പോയവരാണ് ഇന്ന് നിങ്ങളുടെ ലീഡേഴ്സ് എല്ലാം. നിങ്ങൾ ഇന്ന് നേരിടുന്നെങ്കിൽ അവർ ഒരു ദിവസം മുന്നേ നേരിട്ടത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് മാറ്റാനും നിങ്ങൾക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ചെയ്ത് പറഞ്ഞു തരാനുള്ള എക്സ്പീരിയൻസ് ആർക്കുണ്ടാവും? ലീഡേഴ്സിന് ഉണ്ടാവും. ഇത് ആവേശത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കുന്നവർ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത് രണ്ട് കാറ്റഗറിക്കാരാ. അതിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരുപാട് കടങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വരുന്നവർക്കാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുക. ഇനി ഇതൊന്നും ഇല്ലാത്തവരിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു കാറ്റഗറി നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്. ഇപ്പൊ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ ഇതൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിലോട്ട് കടന്നു വന്നിരിക്കുന്നത് അല്ലെ. എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടി വന്നവരല്ലല്ലോ. ചിലർ ഫോറിൻ ട്രിപ്പുകൾ കണ്ടു വന്നവരാവാം, ചിലർ വരുമാനം നന്നായിട്ട് കിട്ടുന്നു വിചാരിച്ചു വന്നവരാവാം, ചിലർ കുറച്ച് സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ, എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ, കുറച്ച് സമയം നമുക്ക് ഇതിൽ ഉപയോഗിച്ചാൽ പോരെ എന്ന് വിചാരിച്ചു വന്നവരാവാം. അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിലിയോട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് മാറ്റിയത് കൊണ്ട് വന്നവരാവാം. കിട്ടുന്ന കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെ കിട്ടുന്ന വിചാരിച്ചു വന്നവരാവാം. പല പല രീതിയിലാണ് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവുക. എല്ലാവരും ഒരേ ഇഷ്ടത്തിൽ പ്രകാരം വന്നവരായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണോ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ ബിസിനസ് ഏറ്റെടുത്തത് ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ആദ്യം ഉറച്ചു നിൽക്കുക. നമ്മൾ ബിസിനസ് ചെയ്യുന്നോണ്ട് മൈലേജ് സ്റ്റൈൽ തുടങ്ങിയോണ്ട് ഒരിക്കലും വിജയിക്കില്ല. ഇത് ആവേശത്തോടുകൂടി ഏറ്റെടുത്താലും ചെയ്താലേ വിജയിക്കുള്ളൂ. ഇത് ആവേശത്തോടുകൂടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യക്കാരല്ലെങ്കിലും ആവശ്യക്കാരായ വ്യക്തികൾക്ക് ഈ അവസരം കൊടുത്താലും നമുക്ക് ഈ വിജയിക്കാൻ സാധിക്കും ഇതിലൂടെ. അപ്പോൾ ഈ അവസരം മറ്റുള്ളവർക്ക് എത്തിക്കുക. നമ്മൾ ഈ അവസരം കേട്ടു, നമ്മൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്, അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുത്തു, നമ്മൾ ഈ ബിസിനസ് വളരെ ആവേശത്തോടുകൂടി ചെയ്യുന്നു. ഈ ആവേശം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇപ്പൊ തന്നെ പലർക്കും ഈ അവസരം കൊടുക്കാൻ നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഞാനോ പെട്ടു, ഇനി എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാന്ന്. ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഇത് നിങ്ങൾ അവസരം ഇന്ന് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മൈലേജ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾ വിജയിക്കുന്നുള്ളത്. അത് ഇന്നല്ല നാളെ, അത് എത്ര സമയം എടുത്താലും നിങ്ങൾ വിജയിക്കുന്നുള്ളത് ഉറപ്പാ. ഇങ്ങനെ വിജയിക്കുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ അയൽവാസിയോ അല്ലെങ്കിൽ പരിചയക്കാരോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ നീ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒഴിവാവാനെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് പലരോടും പറയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ചിലപ്പോൾ നമ്മൾ വിജയിക്കാത്ത സമയത്ത് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, ഇത് വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഇത് തട്ടിപ്പാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ വിജയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ തന്നെ ഇത് തിരുത്തി പറയും. തിരുത്തി പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു അവസരം എനിക്ക് മുന്നേ നിങ്ങൾ തന്നിരുന്നെങ്കിൽ
ഞാനും നിന്റെ കൂടെ ഇറങ്ങി നിന്ന് ചെയ്യുമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരണ്ടാന്നുണ്ടെങ്കിൽ, ഈ ചോദ്യം ഒഴിവാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരോടൊക്കെയാണോ ഇവരോടൊക്കെ നിങ്ങൾ ഈ ബിസിനസ് പറയാന്നുള്ളതാണ്. അവര് ചെയ്യോ ചെയ്യില്ലേ നോക്കണ്ട. നാളെ നമുക്ക് അവരോട് എന്ത് ചോദിക്കാം? നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ അവസരം തന്നതാണല്ലോ, ചെയ്തിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കാനുള്ള സാഹചര്യം ആരുണ്ടാക്കണം? നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മളോട് ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണോ അവരെ ഒരാളെ പോലും വിടാതെ ലിസ്റ്റ് എഴുതി ബിസിനസ് പറയാന്നുള്ളതാണ്. അതിനു വേണ്ടി മാത്രം ബിസിനസ് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെയും ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ബിസിനസ് പറയണ്ട. നിങ്ങളോട് ഈ ഒരു ചോദ്യം മറ്റൊരാൾ ചോദിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ് അവസരം എല്ലാവർക്കും കൊടുക്കുക. അവര് ചെയ്തോ ചെയ്തില്ലേ എന്നല്ല, നമ്മൾ ഈ അവസരം കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് പിന്നീട് ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഈ ബിസിനസ് അവസരം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് ബിസിനസ് ഏറ്റെടുത്ത് വന്നവരാണ് വളരെ സീരിയസ് ആയിട്ട് STC RTC ഒക്കെ റാങ്കിൽ നിന്നും പ്രവർത്തിച്ച് എന്റെ ടീമിൽ വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ഇത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക. അവരെ വിജയിപ്പിക്കാൻ. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. എല്ലാ നേരവും നമുക്ക് അതുപോലെ ഭക്ഷണം കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? നേരെ മറിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിലും അവർക്ക് ദിവസവും ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണ് എന്ത്? പല നേരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മൊത്തം അവർക്ക് അന്നം കിട്ടുന്ന വഴി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താനെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് ആവേശത്തോടുകൂടി ഏറ്റെടുക്കുക. അപ്പോ നമ്മൾ ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് 100% ഉറപ്പാണ് നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കുന്നുള്ളത്. അതിന് ഓരോരുത്തരും നിങ്ങൾക്ക് ഉദാഹരണമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ടീമിൽ തന്നെ പല ആളുകളും പല അച്ചീവ്മെന്റുകളും ഉണ്ടാക്കിയവരുണ്ട്. നമുക്കിപ്പോ പലരും ചിന്തിക്കുന്നതാണ്, കാറ് വാങ്ങിയത് ഒരു അച്ചീവ്മെന്റ് ആണോ? നിങ്ങൾ കാറ് വാങ്ങി, ലക്ഷറി കാറ് വാങ്ങി, ഇതിൽ എന്താണ് നിങ്ങൾ നേട്ടം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരൊറ്റ കാര്യം ചിന്തിക്കുക. നമുക്ക് മറ്റുള്ളവരോട് ബിസിനസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നല്ലതാന്ന് പറയുമ്പോൾ, ഇതിലൂടെ നമ്മൾ വിജയിച്ച ഒരു അവസരം കാണിക്കുമ്പോൾ, നമ്മൾ മൈലേജിൽ വന്നിട്ട് ഒരു വീടാണ് വെച്ചെന്ന് വെക്കുക. ഈ വീട് എടുത്തുകൊണ്ട് പോയി ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്, നമ്മളിപ്പോ കുറച്ച് സ്ഥലം വാങ്ങിച്ചു എന്ന് വെക്കാം. ഈ സ്ഥലം വാങ്ങിച്ചത് നമുക്ക് വേറെ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഓഫീസ് റൂം അല്ലെങ്കിൽ നമ്മുടെ ടൂൾ എന്താണ്? നമ്മുടെ വാഹനങ്ങളാണ് അല്ലെ. തുടക്കത്തിൽ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനും നമ്മൾ ഈ ബിസിനസ്സിലൂടെ വിജയിച്ചു എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്. ഈ അച്ചീവ്മെന്റ്സ് കാണിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കാണിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? വാഹനമാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിലോട്ട് മാറാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറ്റുന്നത് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം ഇത് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഈ ബിസിനസ്സിൽ കടന്നു വന്ന ആളാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഓരോരോ നേട്ടങ്ങളും എനിക്ക് ഓരോരോ കാര്യങ്ങളായി ഓരോരോ വർഷങ്ങളായി അല്ലെങ്കിൽ ഓരോരോ മാസങ്ങളായി ഞാൻ വിചാരിച്ച സമയങ്ങളിൽ എനിക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോ നമുക്ക് വല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഈ ബിസിനസ്സിൽ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നതിന് മുന്നേ ഇത്രയും വലിയ ഒരു കാറൊന്നും വാങ്ങിക്കുന്നുള്ള വിചാരിച്ചതല്ല. ഒരു ഓൾട്ടോയുടെ അപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ മൈലേജ് സ്റ്റൈലാണ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അത് സ്വപ്നം കാണാൻ മാത്രമല്ല, ആഗ്രഹങ്ങളും നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ടും ഒക്കെ മാറാൻ എന്നെ പഠിപ്പിച്ചത് മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ സ്വന്തം ബിസിനസ് ആയിട്ട് ആദ്യം കണക്കാക്കണം. ഇതൊരിക്കലും മറ്റുള്ളവരുടെ ബിസിനസ് അല്ല, നിങ്ങളെ പരിചയപ്പെടുത്തിയവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന്റെ ഒന്നും ബിസിനസ് അല്ല. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. ഇതിൽ വരുമാനം വാങ്ങിച്ചാൽ നമ്മൾ ലീഡേഴ്സിന് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ കൂടെ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒരാൾക്കും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ആരുടെ ബിസിനസ്സാ? നമ്മുടെ ബിസിനസ്സാ. നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് അല്ലേ. നമ്മൾ ചെയ്തതിന്റെ വരുമാനം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ ഫുൾ നമുക്ക് തന്നെയാണ്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ തയ്യാറാവുക. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100% വരുമാനം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണോ അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെ, ഇതിൽ ഫസ്റ്റ് ഇൻകെങ്കിലും വാങ്ങിച്ച ആളുകളായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. 450 രൂപ ഇതിൽ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണല്ലോ 450 കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അതുപോലെ അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നുള്ളത് ഉറപ്പല്ലേ. ചെയ്തതിന്റെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അത് മൈലേജ് സ്റ്റൈലാണ്. നമ്മള് കുറച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തു,
കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്കത് പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഇത് കൂടാതെ നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം കമ്പനി തരുന്നുണ്ട്. ഈ ബിസിനസ്സോളിയെ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇൻകം വേറെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത ജോലിയിൽ നിന്ന് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു 4 വർഷം, ഒരു ഇന്നത്തെ ഗവൺമെന്റ് ഒന്ന് മാറി അടുത്ത ഗവൺമെന്റ് ആവുന്നവരെ നിങ്ങളൊന്ന് ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുക. മൈലേജ് സെല്ല് വന്നതുകൊണ്ട് വിജയിക്കില്ല, എന്തെങ്കിലും ചെയ്താലേ വിജയിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഒന്നും ചെയ്യാതെ വിജയിക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാലേ വിജയിക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിലൂടെ വിജയിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം മാത്രമായാൽ പോരല്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കും വേണം. ഈ പ്രവർത്തനം നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കും. അത് വിജയിക്കാൻ സാധിക്കുന്നുള്ളതിന് ഓരോ ഉദാഹരണങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും ലോകപരിചയം ഉള്ളതും അതേപോലെ തന്നെ പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. ഏജ് കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അനുഭവപരിചയം കൊണ്ടാണെന്നുണ്ടെങ്കിലും എനിക്കിത് സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധിക്കില്ലേ? ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇത്ര വർഷം വർക്ക് ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്, ഇഷ്ടംപോലെ ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളതിനേക്കാൾ കുറവ് ആളുകളെ പരിചയമുള്ള, നിങ്ങൾക്കുള്ളതിനേക്കാൾ കുറവ് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്കുള്ളതിനേക്കാൾ കുറവ് പ്രായമുള്ള എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം കൂടുതലുള്ള നിങ്ങൾക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കില്ലേ? 100% നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് ഇത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നെ കൊണ്ടും പറ്റുന്നുള്ളത് വിചാരിക്കുക. പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും വിജയിക്കാതെ പോവില്ല. കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യണം. അത് മൈലേജ് സ്റ്റൈലിലെന്നല്ല, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളൊന്ന് മൈലേജ് സ്റ്റൈലിൽ ഇഷ്ടപ്പെടാൻ തീരുമാനിക്കുക. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അച്ഛനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ഇല്ലെങ്കിൽ ഭാര്യയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ 99% നിങ്ങൾക്ക് ഒരാളെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതും 100% വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. 100% വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്താലേ വിജയിക്കുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ, സ്വന്തം അമ്മേനെ നമ്മൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലെ? അങ്ങനെ നമ്മുടെ സ്വന്തം അമ്മേനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അതേ ഇഷ്ടം നമ്മൾ മൈലേജ് സ്റ്റൈലിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തരുന്ന അതേ കരുതലും അതേ സ്നേഹവും അതിന്റെ കൂടെ വരുമാനവും ആര് തരും? മൈലേജ് സ്റ്റൈൽ തരും. മൈലേജ് സ്റ്റൈൽ നിങ്ങളുടെ അമ്മയാണെന്നോ അല്ലെങ്കിൽ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ ഭർത്താവാണെന്നോ ചിന്തിക്കുക. ഇനി മാരേജ് കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വുഡ് ബി ആണെന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ ലവർ ആണെന്നോ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കോ, അവരെങ്ങനെ നിങ്ങൾ കെയർ ചെയ്യോ, അവരെങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഇതേ ആവേശത്തോടുകൂടിയും ഇതേ ഇഷ്ടത്തോടുകൂടിയും ഇതേ കരുതലോടുകൂടിയും മൈലേജ് സ്റ്റൈലിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് 100% നേട്ടം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിന് ചെയ്യാൻ കഴിയുന്നുള്ളതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മൈലേജ് സ്റ്റൈലിലൂടെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതും, ഇനി അടുത്ത തവണ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന റാങ്കിൽ നിന്ന് അടുത്തൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് പോവാനും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ എക്സ്പീരിയൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്ര നേരം എന്നെ കേട്ടിരുന്ന ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.